വോട്ടുത്സവത്തിലേക്ക് തിരികെ എത്തുമ്പോൾ വയനാട് മണ്ഡലത്തിലേക്കാണ് സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, എങ്ങനെയാണ് കൽപ്പറ്റയിൽ നിലവിൽ പോളിംഗ് പുരോഗമിക്കുന്നത്? ഉന്മേഷ്, കൽപ്പറ്റ മണ്ഡലത്തിലെ ഈ കാക്കവയൽ എന്ന് പറയുന്ന പ്രദേശത്തിനടുത്താണ് ഞാനുള്ളത്. കാരാപ്പുഴ അണക്കെട്ടിലേക്ക് പോകുന്ന വഴി, ആ വഴിയിലാണ്. അവിടെ ഒരു പോളിംഗ് സ്റ്റേഷനുണ്ട്. ആ പോളിംഗ് സ്റ്റേഷൻ കല്ലുപാടി എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് LP സ്കൂളാണ്. അവിടെയാണ് പോളിംഗ് സ്റ്റേഷൻ ഉള്ളത്. ആ പോളിംഗ് സ്റ്റേഷനിൽ ഒരു സുന്ദരമായ കാഴ്ച, ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നവദമ്പതിമാർ ഇവിടെ എത്തി വോട്ട് ചെയ്യുന്നു. നേരെ വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി എത്തിയ നവദമ്പതിമാരാണ് ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്. ഇവരുടെ പേര് കൊച്ചാനിക്കൽ വീട്ടിൽ ആദിത്യയും വരൻ കുന്നുംപുറത്ത് വീട്ടിൽ അഖിലുമാണ് എത്തിയിരിക്കുന്നത്. ഇരുവരുടെയും വിവാഹം നടന്നത് ഫാത്തിമാത പള്ളി ഓഡിറ്റോറിയത്തിലായിരുന്നു. അതും ഇതിനടുത്ത് തന്നെയാണ്. എന്തായാലും അത് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്ന ആ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവർ വോട്ട് ചെയ്യുന്നു. അല്പസമയം മുമ്പാണ് ഈ അഖിലിൻ്റെ വീട് ഇവിടെ തൊട്ട് അടുത്ത് തന്നെയാണ്. അതായത് ഈ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ആ തൊട്ടടുത്ത് അവിടെ നിന്നും അവർ വീട്ടിലെത്തിയ ശേഷം ഇവിടേക്ക് എത്തി ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുകയാണ്. രണ്ടുപേർക്കും ഒരേ ബൂത്തിൽ തന്നെയാണ് വോട്ട് എന്നുള്ളതാണ് കൗതുകം. അതായത് ഇവരുടെ വീട് ഏതാണ്ട് അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും വോട്ടുള്ളത് ഒരേ ബൂത്തിൽ തന്നെയാണ് എന്നുള്ളത് മറ്റൊരു കാഴ്ച. എന്തായാലും അവർ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥർ അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു, രേഖകൾ പരിശോധിക്കുന്നു, കയ്യിൽ മഷി പതിക്കുന്നു. അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവർ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും. എന്തായാലും അതൊരു സുന്ദരമായൊരു കാഴ്ചയായി ഈ ദിവസത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാ വോട്ട് ചെയ്ത് ഒരാൾ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അഖിലിലേക്ക് പോകാം. അഖിൽ, എങ്ങനെയുണ്ട്? വോട്ട് ചെയ്തു അല്ലേ? വോട്ട് ചെയ്തു. അങ്ങനെയൊന്നുമില്ല. വിവാഹം എന്ന് കേട്ടു. അപ്പൊ ലവ് അറേഞ്ച്ഡാണ്. എത്ര കാലമായിട്ടുള്ള പ്രണയമാണ്? 8 കൊല്ലം. എവിടെയാണ് ഒരുമിച്ച് പഠിച്ചിരുന്ന ആളുകളാണോ? എങ്ങനെയാണത്? ഒരുമിച്ച് പഠിച്ച. നേരത്തെ രാഷ്ട്രീയ ആഭിമുഖ്യം ഉണ്ടായിരുന്ന ആളുകളാണോ? അങ്ങനെ വോട്ടൊക്കെ സ്ഥിരം? വോട്ട് ആയപ്പത്തോട്ട് ചെയ്യലുണ്ട്. നിങ്ങൾ ഒന്നിച്ച് പഠിച്ചവരല്ല അല്ലേ? എങ്ങനെയാ സൗഹൃദം എങ്ങനെയാന്ന് പറഞ്ഞില്ല? ഒന്നിച്ച് പഠിച്ചാ. അതെ. സ്കൂളിലായിരുന്നു ഇവിടെ പഠിച്ചിരുന്നത്? കാക്കോയിൽ. ആയിക്കോട്ടെ. ഇന്ന് വിവാഹം ഇങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം നേരം കൊണ്ടുവന്ന് വോട്ട് ചെയ്തു. എന്തായാലും ഞാൻ അടുത്ത ആൾ കൂടി വരട്ടെ. നമ്മള് അഖിൽ ആദിത്യ രണ്ടുപേരും ആദിത്യ കൂടി എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും രണ്ടുപേർക്കും വിവാഹ ആശംസകൾ നേരുന്നു. 24-ന്റെ വകയിൽ രണ്ടുപേർക്കും വിവാഹ ആശംസകൾ നേരുന്നു. എവിടെയാണ് ശരിക്കും വീട്? വീട് ഇവിടെ മീനങ്ങാടി തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രണയം? ഞങ്ങൾ തമ്മിൽ വീട് അടുത്താണല്ലോ, അപ്പൊ കണ്ടിട്ടുള്ള ഒരു പരിചയം. അതെ അതെ. എന്തെങ്കിലും രാഷ്ട്രീയ ആഭിമുഖ്യം ഉണ്ടോ? ഇല്ല. വോട്ട് ചെയ്യുമ്പോൾ അത് വ്യക്തികളെ നോക്കിയാണോ? എങ്ങനെയാണ് വോട്ട് ചെയ്യുമ്പോൾ? തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? വ്യക്തികളെ നോക്കിയിട്ട് തന്നെയാണ്. അതെ. സ്ഥിരമായി വോട്ട് രേഖപ്പെടുത്താറുണ്ട്? ഉണ്ട്. അതെ. എന്ത് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിനെ? ഇന്നത്തെ ദിവസം കുറച്ചുകൂടി സ്പെഷ്യലായി. അതെ, കുറച്ചുകൂടി മെമ്മറബിളായി. സന്തോഷമായി. വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. അതെ. അപ്പോൾ സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ വിവാഹശേഷം വോട്ട് രേഖപ്പെടുത്തി അവിടെ നിന്ന് മടങ്ങാനൊരുങ്ങുകയാണ് നവദമ്പതിമാർ. കൊച്ചാനിക്കൽ വീട്ടിൽ ആദിത്യ, വരൻ അഖിൽ. ഇവർ കാക്കവയൽ കല്ലുപാടി സ്കൂളിൽ ബൂത്തിലെത്തിയാണ് വോട്ട് ചെയ്തത്. സമീപത്തെ ഫാത്തിമാത പള്ളി ഓഡിറ്റോറിയത്തിലായിരുന്നു വിവാഹ ചടങ്ങ്. അതിനുശേഷം നേരെ ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. അവിടെ നിന്ന് സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.